കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നാവിൻ്റെ ഉപയോഗമാണ്. ഒരു മനുഷ്യന് എങ്ങനെ നന്മ വരും, അവൻ എങ്ങനെ നശിക്കും, ഇതിന് രണ്ടിലും അവൻ്റെ നാവിന്, സംസാരത്തിന് ഒരു റോളുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം പറയുന്നു, സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, നിങ്ങളിൽ പലരും ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയമായി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട ആൾക്കാരായി. എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും മുതിർന്നിട്ടില്ല, ഇപ്പോഴും പാലാണ് കുടിക്കുന്നത്, കട്ടിയായ ആഹാരം കഴിക്കാൻ പ്രാപ്തരായിട്ടില്ല. പാല് കുടിക്കുന്നവൻ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം, കട്ടിയായ ആഹാരം കഴിക്കുന്നവൻ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവൻ, കർത്താവിനോടടുത്തവൻ, കർത്താവിൽ നിന്ന് കേൾക്കുന്നവനാണ് ഉപദേശിക്കേണ്ടത്. അപ്പോൾ എല്ലാവരോടും സുവിശേഷം പറയണ്ടേ? സുവിശേഷം പറയാം. യേശു കർത്താവ് എന്ത് ചെയ്തെന്നുള്ളത് ആർക്കും പറയാം. സുവിശേഷം പറയാം, പക്ഷെ ഉപദേശം വേറെയാണ്. വേറൊരു സഹോദരനോട് നീ ഇന്നത് ചെയ്തത് ശരിയായില്ല, നീ ഇന്നത് ചെയ്യണം എന്നെല്ലാവരും പറയരുത്. അത് ദൈവം നിശ്ചയിച്ച ആൾക്കാർ മാത്രം പറയണം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും. അപ്പോൾ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് വലിയൊരു പദവിയാണ്. അതെല്ലാവരും കയറി ഉപദേശിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷം സംഭവിക്കും. സഭയിൽ ഒരുത്തം വരുന്നു, അവൻ വരുന്നതേ ഒരു അനുഗ്രഹമാണ്. അവനെ കലക്കി വിടുക എന്ന് പറഞ്ഞാൽ മഹാപാപമാണ്. സദൃശ്യവാക്യങ്ങൾ നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വളരെ ഊന്നി പറയുന്നുണ്ട്. മിണ്ടാതിരുന്നാൽ ഭോഷനെപ്പോലും ജ്ഞാനിയായി എണ്ണുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊരു മീറ്റിങ്ങിൽ പോയി ഒന്നും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മണ്ടത്തരം പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഭോഷനാണോ നീ മിണ്ടാതിരുന്നാൽ മതി, നിന്നെ ജ്ഞാനിയായിട്ടെണ്ണോ. കർത്താവ് പറയാൻ കൃപ വന്നിട്ടുണ്ടോ? വെള്ളിത്താലത്തിൽ സ്വർണ്ണനാരങ്ങ പോലെ തക്ക സമയത്ത് പറഞ്ഞാൽ അത് വിടുതലാണ് അനേകർക്ക്, അതൊരാശ്വാസമാണ്. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിന്മേലിരിക്കുന്നു എന്ന് വചനമുണ്ട്. നീതിമാൻ്റെ നാവും മേത്തരമായ വെള്ളി എന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നിൻ്റെ സംസാരം കേട്ടാൽ അതിൻ്റെ ഉപജീവനത്തിന് മതിയാകുമെന്ന്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് നാവിൻ്റെ ഉപയോഗം. അതുകൊണ്ട് തന്നെ ഓർത്തുകൊള്ളുക, ശത്രു ചെയ്യുന്നത് എന്താണ്? എടുത്തടിച്ച പോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ പ്രേരിപ്പിക്കും. ഉദാഹരണത്തിന്, ഹന്ന എന്ന എൽക്കാനയുടെ ഭാര്യ, ശമൂവേൽ പ്രവാചകൻ്റെ അമ്മ, ശമൂവേലിനെ കിട്ടുന്നതിന് മുമ്പ് ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏലി വന്നിട്ട് അവളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിച്ച് നിലവിളിച്ച് സങ്കടപ്പെടുന്ന ഒരു സ്ത്രീയെ എത്ര ദൂരം സഞ്ചരിച്ച് ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അവിടെ ഈ പിന്മാറ്റത്തിലായിരിക്കുന്ന ഈ പുള്ളിക്കാരൻ വന്നിട്ട് അവളെ ശാസിക്കണം. നീ കള്ള് കുടിച്ചിട്ടാണ്, വീഞ്ഞു കുടിച്ചിട്ടാണ് നീ ഇവിടെ കിടന്ന് വെറുവെറുക്കുന്നത്. തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ശമൂവേലിനെ കിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ കിട്ടാൻ പിന്നെയും വൈകിയനെ. അവളുടെ റെസ്പോൺസ് ശ്രദ്ധിച്ചോ? യജമാനനെ എന്നാ വിളിക്കുക. യജമാനനെ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ. എൻ്റെ സങ്കടത്തിൻ്റെയും എൻ്റെ വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെ ആധിക്യം കൊണ്ട് ഞാൻ സംസാരിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ ആലയത്തിൽ വന്ന് മുട്ടുകുത്തി നിന്നിട്ട് ഹൃദയത്തിൽ സംസാരിക്കുകയാണ്, ചുണ്ടനങ്ങുകയാണ്. ഈ വൃദ്ധനായ മനുഷ്യൻ വിചാരിച്ചു അവൾ വീഞ്ഞു കുടിച്ചെന്ന്. പക്ഷെ അവൾ അവിടെ ജയിച്ചു. ഇനി കറക്റ്റ് ആലോചന കിട്ടിയിട്ട് അത് പാഴാക്കി കളഞ്ഞ മനുഷ്യരുണ്ട്. ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ മകനായ രഹബയാം ചെറിയൊരു പാകപ്പിഴ കൊണ്ട്, തെറ്റായ വർത്താനം കൊണ്ട് അവൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു. 12 ഗോത്രങ്ങളുള്ളതിൽ 10 ഗോത്രവും യെരോബയാമിൻ്റെ കൂടെ പോയി. ജനങ്ങൾ വന്നിട്ട്, നിൻ്റെ അപ്പം ഞങ്ങളുടെ മേൽ വെച്ച കഠിന നുകം മാറ്റിത്തരണം. ഇവനൊരു പകുതി സെൻസ് ഉണ്ടായിരുന്നു. അത് കാരണം ഉടനെ അവൻ മറുപടി പറയാതെ ശലോമോൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൃദ്ധന്മാരായ ജ്ഞാനികളോട് ആലോചിച്ചു, ഞാൻ എന്ത് പറയണം? അവർ പറഞ്ഞു, നീ നല്ല വാക്ക് പറ, അവർ കൂടെ നിന്നോളും. അവൻ്റെ കൂടെ കളിച്ചു വളർന്ന അവൻ്റെ പ്രായമുള്ള യൗവനക്കാരോട് ആലോചിച്ചു. ചെറുപ്പക്കാരല്ലേ, അവരെടുത്തുചാട്ടക്കാരാണ്, പക്വത വന്നിട്ടില്ല, ജീവിത പരിചയമില്ല. അവർ പറഞ്ഞ് നെഗറ്റീവ് തോട്ട് പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ, എൻ്റെ അപ്പൻ നിങ്ങളെ എന്തുമാത്രം നുകം ചുമത്തിയോ അതിൻ്റെ ഇരട്ടി ഞാൻ നിങ്ങൾക്ക് വരുത്തുമെന്നുള്ള അർത്ഥത്തിൽ അവനൊരു മറുപടി പറഞ്ഞു. അതോടുകൂടി അവൻ്റെ കഷ്ടകാലമായി. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാവിൻ്റെ നല്ല ഉപയോഗവും പറയുന്നുണ്ട്, മോശ ഉപയോഗവും പറയുന്നുണ്ട്. നാവിനെ കടിഞ്ഞാണിട്ട
നടത്താൻ നിങ്ങൾ പ്രാപ്തനായെങ്കിൽ, എന്ന് പറഞ്ഞാൽ മുഖത്തടിച്ച കണക്ക് ആരെങ്കിലും പറഞ്ഞാലും നിങ്ങൾ ഉടനെ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ ഒരു മെസ്സേജ് പറയാനോ പ്രബോധനം പറയാനോ കിട്ടുമ്പോൾ അത് ദൈവം തന്ന ദൂതല്ലാതെ മറ്റുള്ളവരെ വെട്ടാനോ കുത്താനോ നിങ്ങളുടെ വൈരാഗ്യം തീർക്കാനോ പക തീർക്കാനോ പറയാൻ ഉപയോഗിക്കാതെ ദൈവം തന്നത് മാത്രം പറയാൻ ഉപയോഗിക്കുന്നെങ്കിൽ, സഭയിൽ വരുന്നവരോട് സമാധാനത്തോടെ ഇടപെടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ദൈവഹിതപ്രകാരം സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സൽഗുണപൂർത്തിയുള്ള പുരുഷനാണ്. കുതിരയെ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവൻ തിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കുടുംബത്തെയും സഭയെയും സമൂഹത്തെയും തിരിക്കാനുള്ള കഴിവ് ദൈവം തരും. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സംസാരം, അത് ഈ ഭൂമിക്കൊരനുഗ്രഹമാകും. കപ്പൽ എത്ര വലുതാണെങ്കിലും കൊടുങ്കാറ്റടിച്ചോടുന്നതാണെങ്കിലും ചെറിയ ചുക്കാൻ കൊണ്ട് അതിൻ്റെ കപ്പിത്താൻ അതിനെ ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് വലിയ വിഷയങ്ങളെ നിങ്ങളുടെ ചെറിയ ദൂത് കൊണ്ട് പരിഹരിക്കാൻ കഴിയും. സഭകൾക്ക് നിങ്ങളൊരനുഗ്രഹമാകും, കുടുംബങ്ങൾക്ക് നിങ്ങളൊരനുഗ്രഹമാകും. തകർന്ന കുടുംബജീവിതങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഒരു നാവിൻ്റെ ദോഷവശം ഇനി പറയുന്നത്, ഒരു ചെറിയ തീ വലിയ കാട് കത്തിക്കുന്ന പോലെ. നമ്മളിപ്പോൾ കേൾക്കുകയാണ്, ലോസ് ആഞ്ചലസിൽ ഒരു കാട്ടുതീ ഉണ്ടായി. ഇത്രയും വലിയ രാജ്യമായിട്ട്, മറ്റ് രാജ്യങ്ങളെ സഹായിക്കാൻ തക്കവണ്ണം സമ്പൽ സമൃദ്ധിയും എല്ലാ സജ്ജീകരണമുള്ള രാജ്യമായിട്ടും അത് കെടുത്താൻ അമേരിക്ക കിടന്ന് പാടുപെടുന്നത് നമ്മൾ ന്യൂസിൽ കാണുകയാണ്. ഇതുപോലെയാണ് നാവിൻ്റെ ഉപയോഗം. സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് കുടുംബങ്ങളെ നശിപ്പിക്കും, സഭയെ നശിപ്പിക്കും, ബന്ധങ്ങളെ നശിപ്പിക്കും, അത് രാജ്യത്തെ നശിപ്പിക്കും. നരകത്താൽ അതിന് തീ പിടിക്കുമെന്ന്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമ്മൾ ചീത്തയായിട്ടൊന്ന് പറയാൻ കാത്തിരിക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ പിശാചിൻ്റെ ദൂതന്മാരുണ്ട്. നീ വിചാരിക്കാത്ത നിലയിൽ അത് പോകും. അതുകൊണ്ട് ശത്രുവിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകണം. വായിൽ നിന്ന് സൂക്ഷിച്ച് സംസാരിക്കണം. ഇനി ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച്, അവൻ്റെ മെസ്സേജിനെ സംബന്ധിച്ച്, അവൻ ദൈവത്തിന് ഉപകാരമാകുന്നതിനെ സംബന്ധിച്ച് 2 ഉപമ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഉറവിൻ്റെ ഒരേ ദൂരത്തിൽ നിന്ന് മധുരമുള്ള കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? അപ്പോൾ ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടാം. അത് യോഗ്യമല്ല. നിങ്ങൾ ചീത്ത പറയുന്നു, ഷൗട്ട് ചെയ്യുന്നു, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നു, കുത്തുവാക്ക് പറയുന്നു, പിന്നെ നിങ്ങൾ ആരാധന നടത്തുന്നു, ആരാധിക്കുന്നു. യോഗ്യമല്ല, കർത്താവിൻ്റെ മുമ്പിൽ പ്രസാദമല്ല. ഉറവിൻ്റെ ഒരേ ദൂരത്തിൽ നിന്ന് കയ്പും അതിലുള്ള വെള്ളം പുറപ്പെട്ടു വരികയില്ല. അടുത്തത്, അത്തിവൃക്ഷം ഒലിവ് പഴം തരുമോ? മുന്തിരിവള്ളി അത്തിപ്പഴം കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ആവശ്യമായ കൃപ കൊടുക്കാൻ, ദൈവസ്നേഹം നിറഞ്ഞ വാക്കുകൾ പറയാൻ, യേശു സംസാരിച്ചതുപോലെ സംസാരിക്കാൻ നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുന്നതിനാൽ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മളത് കാണുകയാണ്. നാട്ടുകാർ യേശുവിൻ്റെ വർത്തമാനം കേട്ട് അതിശയിച്ചു പോയി. വളരെ ശാസ്ത്രിമാരും യഹൂദന്മാരും ഒത്തിരി പഠിച്ചവരാണ്. അവർ യേശുവിൻ്റെ ജ്ഞാനം കേട്ടിട്ട് അതിശയിച്ചു. അവിടെ ഇവൻ സ്കൂളിൽ പോയിട്ടില്ലല്ലോ, ഇവന് ഡിഗ്രി ഇല്ലല്ലോ, കോളേജിൽ പോയിട്ടില്ലല്ലോ. കണ്ടോ, സ്കൂളിൽ പോയില്ലെന്നോർത്ത് വിഷമിക്കണ്ട, പഠിക്കാൻ പറ്റിയില്ലെന്നോർത്ത് വിഷമിക്കണ്ട. സഭയിൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് വേണ്ടത്, കർത്താവിൻ്റെ കയ്യിലുണ്ടെന്ന് കർത്താവിൻ്റെ ഇഷ്ടത്തിന് നാവിനെന്ന് വിട്ടുകൊടുത്ത്. പട്ടാളക്കാർ യേശുവിനെ പിടിക്കാൻ വന്ന് യേശുവിൻ്റെ വർത്തമാനം കേട്ട് അവർ തിരിച്ചുപോയി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നാവുകളെ, അധരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നാവിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത് എവിടെയാണ്? കർത്താവേ, ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ രക്തം എൻ്റെ മനസ്സിൽ തളിക്കണമേ, എൻ്റെ ഹൃദയത്തിലെ അശുദ്ധികളോട് ഇടപെടണമേ. തൊട്ടുടനെ കോപിക്കുന്നു, ചീത്ത പറയുന്നു, കുത്തുവാക്ക് പറയുന്നു, ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു. എല്ലാത്തിനും കാരണം ഹൃദയത്തിലെ അശുദ്ധിയാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. കർത്താവ് ഹൃദയത്തെ ശുദ്ധീകരിക്കും. നിങ്ങൾക്ക് യേശുവിനെ പോലെ ലാവണ്യ വാക്കുകൾ സംസാരിക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തന്നെ. ആമേൻ.